ഈ ക്ലോക്ക് നിങ്ങൾ കണ്ടോ? ഇറാനിലെ തെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിലാണ് ഈ ഡിജിറ്റൽ ക്ലോക്ക് ഉള്ളത്. ഇറാനിൽ പോയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഈ ക്ലോക്ക് കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ഇടണേ. 2017 ജൂണിലാണ് അവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക് സ്ഥാപിക്കുന്നത്. ഈ ക്ലോക്ക് വെറുതെ അങ്ങ് സ്ഥാപിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. അയത്തുള്ള അലി ഖമനയുടെ ഒരു പ്രവചനമാണ് ഈ ക്ലോക്കിന്റെ സ്ഥാപനത്തിന് കാരണമായത്. ഇസ്രായേൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇല്ലാതാകും. ഇസ്രായേലിന്റെ അന്ത്യം പ്രവചിക്കുന്ന, അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്ന് അവസാനിക്കുമെന്ന് പ്രവചിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ആണിത്. കൗണ്ട് ഡൗൺ ക്ലോക്ക്. ഇതിൽ സമയമല്ല കാണിക്കുക. ഇനി എത്ര ദിവസം കൂടി ഇസ്രായേലിന് ആയുസ് ഉണ്ട് എന്ന കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ ക്ലോക്ക് പ്രകാരം ഇസ്രായേലിന്റെ ആയുസ് 2040 വരെയാണ്. ഇറാനിലെ തീവ്ര ഇസ്രായേൽ വിരുദ്ധരെ ഈ ക്ലോക്ക് അവരുടെ പ്രത്യയശാസ്ത്ര ദൗത്യത്തെ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് ഇറാനിലെ ആളുകളുടെ വിചാരം. പേർഷ്യൻ, അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ ക്ലോക്ക് കൗണ്ട് ഡൗൺ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും വായിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് മുമ്പ് തെഹ്റാനിൽ ഇസ്രായേൽ ഇഷ്ടം പോലെ മിസൈൽ ഇട്ടല്ലോ. സൈനിക നേതാക്കൾ മരിച്ചുപോയി, ആണവ ശാസ്ത്രജ്ഞരെ കൊന്നു. അപ്പൊ ഒരു സുപ്രധാന അവകാശവാദം ഇതിന്റെ കൂടെ ഇസ്രായേൽ ഉയർത്തിയത്, ഈ ക്ലോക്ക് ഞങ്ങൾ തകർത്തു, ഇറാന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പഗാൻഡ ശ്രമങ്ങളിൽ ഒരു പ്രധാന തൂണ് ഞങ്ങൾ തകർത്തു കളഞ്ഞു എന്നതായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. ഈ വാർത്ത വ്യാപകമായി പ്രചരിച്ചു. സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ക്ലോക്ക് തകർന്നു എന്ന് എക്കണോമിക് ടൈംസ് പോലുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗൂഗിളിൽ. എന്നാൽ സത്യം അതല്ല. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഫ്രാൻസ് 24 അവരുടെ ലേഖകനെ പാലസ്തീൻ സ്ക്വയറിലേക്ക് നേരിട്ട് അയച്ചു. പുള്ളിക്കാരൻ അവിടെ ചെന്ന് നോക്കുക, ക്ലോക്ക് പഴയതുപോലെ പടപടാന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ കാണിക്കുന്നു. ഇസ്രായേലി മിസൈലുകളെ തോൽപ്പിച്ച് അവിടെ നിന്ന് കൗണ്ട് ഡൗൺ തുടരുന്നു. കൊള്ളാം അല്ലേ? നിരന്തരമായി നമ്മളുടെ ദൗത്യം, ഉദ്ദേശം, ലക്ഷ്യമൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയുള്ള ചിലതൊക്കെ സഹായിക്കും. ലക്ഷ്യമാണല്ലോ പ്രധാന മാർഗമല്ലല്ലോ. എങ്ങനെയാണ് ഇറാനിൽ പലസ്തീൻ സ്ക്വയർ ഉണ്ടായത് എന്നറിയാമോ? ഇറാനിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഭരിച്ചിരുന്ന മുഹമ്മദ് പഹൽവി എന്ന ഭരണാധികാരിയെ ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവം അട്ടിമറിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1979. അന്ന് തെഹ്റാനിലെ ഇസ്രായേൽ എംബസിയിൽ നിന്നിരുന്ന സ്ഥലത്തിന്റെ പേര് മാറ്റി പലസ്തീൻ സ്ക്വയർ എന്നാക്കി മാറ്റുകയായിരുന്നു. അതേ വർഷം തന്നെയാണ് ഇറാനിയൻ വിപ്ലവത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് തെഹ്റാനിലെത്തുന്ന ആദ്യ ലോക നേതാവായി യാസർ അറാഫത്ത് വരുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി പലസ്തീൻ ജനതയുടെ ഹനിക്കപ്പെടുന്ന മനുഷ്യാവകാശത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഇടമായി തെഹ്റാനിലെ ഈ പലസ്തീൻ സ്ക്വയറും അവിടെയുള്ള ഇസ്രായേലിന്റെ ആയുസ് പ്രവചിക്കുന്ന കൗണ്ട് ഡൗൺ പറയുന്ന ഈ ക്ലോക്കും അങ്ങ് നിലനിൽക്കുകയാണ് കേട്ടോ. അപ്പോ 2040 ആകുമ്പോ ഇസ്രായേൽ തീരുമോ, അതോ അതിനു മുമ്പ് തീരുമോ, അതോ അതിനു മുമ്പ് ഇസ്രായേൽ ബാക്കി രാജ്യങ്ങളെ തീർക്കോ? ക്ലോക്കും ഇറാനും തീരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.